നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകൂ. നമസ്കാരം. കലോത്സവ വേദിയിൽ മറ്റൊരു കാഴ്ചയാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ DYFI ഒരു സംഘടന കൃത്യമായി പൊതിച്ചോറ് നൽകുമെന്ന് മൂവി വേൾഡ് മീഡിയയിൽ പറഞ്ഞിരുന്നു. കൃത്യമായി വാക്ക് പാലിക്കുകയാണ് ഇവർ. നമുക്കൊരു സംഘടന എന്താകണം, ഒരു സംഘടനയുടെ പ്രവർത്തനം ഏത് രീതിക്ക് വേണമെന്ന് കൃത്യമായി തെളിയിക്കുകയാണ് DYFI എന്ന സംഘടന എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുവേണ്ടിയുള്ള പൊതിച്ചോറുകൾ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. അതിൻ്റെ തിരക്കിലാണ് ഇവിടെ ഉള്ളവരെല്ലാം, സംഘാടകരെല്ലാവരും ഇവിടെ ഉണ്ട്. DYFI എന്ന പ്രസ്ഥാനം അത്രമാത്രം ഈ കലോത്സവത്തെ ഇഷ്ടപ്പെടുന്നു. ആ കലോത്സവത്തിന് വേണ്ട എല്ലാ സജ്ജീകരണവും ഇവർ ഒരുക്കിക്കൊണ്ട് കയറി വരുന്ന സ്ഥലത്ത് തന്നെയാണ് ഇവരുടെ എൻട്രൻസ് ഹെൽപ്പ് ഡെസ്ക് ആയിട്ട് പ്രവർത്തിക്കുന്നത്. അതിന് 24 മണിക്കൂർ എന്ന നിലയിലേക്ക് ഇവർ ഈ സംഘടനാ പ്രവർത്തനം ഇവിടെ കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ വാക്ക് പാലിക്കുകയാണ്. ഇവിടെ എത്തുന്നവർക്ക് ഒരു പൊതിച്ചോറ്, കാരണം ഇവരാൾ കഴിയുന്ന രീതിയിലുള്ള ആ പൊതിച്ചോറ് എത്തിച്ചു കൊടുക്കുന്നു. അത് മേടിക്കാൻ തന്നെ വലിയ തിരക്ക് തന്നെ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും നിങ്ങളിപ്പോൾ വാക്ക് പാലിച്ചു. കഴിഞ്ഞ ദിവസം നമ്മളെടുത്ത ഇന്റർവ്യൂവിലാണ് പറയുന്നത് പൊതിച്ചോറ് കൊടുക്കുന്നത്. ഒരു പ്രസ്ഥാനം, DYFI എന്ന പ്രസ്ഥാനം ഇങ്ങനെ ആകണം, ഒരു യുവജന സംഘടന ഇങ്ങനെ ആകണമെന്ന് കൃത്യമായി നിങ്ങൾ തെളിയിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ കലോത്സവം ഉദ്ദേശം മാത്രമല്ല, കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളത്തിൻ്റെ വിവിധ ഗവൺമെൻറ് ആശുപത്രികളിൽ 8 വർഷക്കാലമായി ആയിരക്കണക്കിന് പേർക്ക് ഭക്ഷണം നൽകുന്ന മാതൃകാപരമായ പ്രവർത്തനം DYFI ഹൃദയസ്പർശം എന്ന പദ്ധതിയിലൂടെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ മാധ്യമങ്ങൾ തന്നെ ഞങ്ങളോട് യാദർശ്യമായി ചോദിച്ചൊരു ചോദ്യമായിരുന്നു, വേണ്ടി വന്നാൽ കലോത്സവത്തിന് വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ സാധിക്കുമോ? അന്ന് ഞങ്ങളത് പറഞ്ഞിരുന്നു. അത്തരത്തിലേക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ DYFI ആ ക്യാമ്പയിൻ ഏറ്റെടുക്കുമെന്ന്. അന്ന് പറഞ്ഞ കാര്യം ഇന്ന് പ്രാവർത്തികമാക്കിയിരിക്കുകയാണ്. ഇന്ന് ഈ കൊല്ലം പട്ടണത്തിലേക്ക് 62ാമത് സ്കൂൾ കലോത്സവം ആസ്വദിക്കാൻ വരുന്ന ഞങ്ങളാൽ കഴിയുന്ന മുഴുവൻ ആളുകൾക്കും ഹൃദയസ്പർശത്തിൻ്റെ ഭാഗമായി DYFIയുടെ സഖാക്കൾ പ്രദേശങ്ങളിലെ യൂണിറ്റുകളിൽ നിന്നും കളക്ട് ചെയ്ത ചോറ് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് കൊടുക്കുക എന്ന വലിയ ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ക്യാമ്പയിൻ്റെ പേര് തന്നെ ഹൃദയസ്പർശമാണ്. ഹൃദയമുള്ളവർക്ക് കാണാം ഇവർ നൽകുന്ന ഈ ചോറ്. അത് വാങ്ങാനുള്ള തിരക്കും ഇവിടെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾ ആ ചോറ് വാങ്ങാൻ ഇവിടെ എത്തുന്നുണ്ട്. ആ ചോറ് കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മുന്നിൽ വലിയൊരു ആശ്വാസമാവുമല്ലേ ഇങ്ങനെ ഒരു ചോറ് കിട്ടുമ്പോൾ, അല്ലേ? വലിയ ആശ്വാസമാവുമല്ലേ? അല്ല, നിങ്ങൾ പല സ്ഥലത്തുനിന്ന് വരുവാണ്. അപ്പൊ ഇവിടെ വന്ന് കലോത്സവം കാണുമ്പോൾ ഇങ്ങനെ ചോറ് കിട്ടുമ്പോൾ മാറ്റി കിട്ടുമല്ലോ, അല്ലേ? അല്ലേ അമ്മേ? അല്ലേ? സന്തോഷമല്ലേ? ഇങ്ങനെ ചോറ് കിട്ടുമ്പോ ഒരു ആശ്വാസമാവുമല്ലേ? DYFI എന്നൊരു സംഘടനയാണ് തരുന്നത്, അല്ലേ? സന്തോഷമായോ? ചോറ് വാങ്ങാനുള്ള തിരക്കിലേക്കല്ലേ? അല്ലേ? നമ്മളൊക്കെ പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ വരുവാണ്. അപ്പൊ നമ്മൾ ചോറുമായിട്ടൊന്നും പറയില്ല, ഇവിടെ ഹോട്ടലിലേക്ക് കുറെ ദൂരം പോകണം. അപ്പൊ ഇവിടെ തന്നെ നമുക്ക് കിട്ടുമ്പോ ഒരു ആശ്വാസം. എന്ത് പറയുന്നു? ആശ്വാസമാണല്ലേ? അപ്പോൾ എല്ലാവർക്കും ഇത് തന്നെയാണ് പറയാനുള്ള. ഈ പൊതിച്ചോറ് വാങ്ങാനുള്ള തിരക്കിൽ ആളുകൾ വന്നിട്ടുണ്ട്. കാരണം ഇവരൊക്കെ പല മേഖലയിൽ നിന്നും അങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒരു ആശ്വാസമാകാൻ DYFI എന്ന ഹൃദയസ്പർശം എന്ന പദ്ധതിയിലൂടെ ഇവിടെ പൊതിച്ചോറ് നൽകുന്ന ഒരു നിലയിലേക്ക് എത്തുന്നു. കഴിഞ്ഞ ദിവസം ഇവർ പറഞ്ഞതുപോലെ വേണ്ടി വന്നാൽ ഇവിടെയും പൊതിച്ചോറ് നൽകുമെന്ന് ഇവർ പറഞ്ഞിരുന്നു. അത് തന്നെ ഇവിടെ നടപടിയായിട്ട് പൂർത്തീകരിച്ച് DYFIയുടെ ഹെൽപ്പ് ഡെസ്ക് ഏറ്റവും കയറി വരുമ്പോൾ മനോഹരമായ ഹെൽപ്പ് ഡെസ്കിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അവർ തന്നെയാണ് ഈ പൊതിച്ചോറ് സംവിധാനവും ഇവർ ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ ഉള്ളവർക്ക് നൽകുന്നത്. എന്തായാലും വലിയ ആശ്വാസകരമാവുന്ന ഒരു പ്രവർത്തനമാണ് യുവജന സംഘടനയായ DYFI നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. യുവാക്കളായാൽ ഇങ്ങനെ ആകണം ഒരു പ്രസ്ഥാനമെന്ന് തെളിയിക്കുകയാണ് DYFI ഈ പൊതിച്ചോറ് നൽകുന്നതോടെ ഇവിടെ തെളിയിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അല്ല, സമരം വിളിക്കാൻ മാത്രമല്ല, മുദ്രാവാക്യം വിളിക്കാൻ മാത്രമല്ല എന്നിവർ തെളിയിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വലിയ തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. അങ്ങ് വരെ വലിയ ക്യൂ അനുഭവപ്പെടുന്നുണ്ട്. വലിയൊരു ആശ്വാസകരമായ ഒരു പദ്ധതിയാണ് DYFI ഇവിടെ നൽകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിന് ഒരു നല്ല തിരക്കും അനുഭവപ്പെട്ടുകൊണ്ട് തന്നെ കാര്യങ്ങൾ പോകുന്നുവെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങ് വരെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നുണ്ട്. പൊതിച്ചോറ് വാങ്ങാനുള്ള ക്യൂ ആണ് ഇവിടെ ഉള്ളതെന്ന കാര്യത്തിൽ സംശയമില്ല. പല മേഖലയിൽ നിന്നും വരുമ്പോൾ അവർക്കൊരു ആശ്വാസമാകുന്നു എന്ന് വേണം ഈ പൊതിച്ചോറിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ആശ്വാസമല്ല ഇങ്ങനെ പൊതിച്ചോറൊക്കെ വളരെ ആശ്വാസമാണ്, സാധാരണക്കാർക്ക് വളരെ ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കലോത്സവം കാണാൻ ഒരു ചോർന്നുമായിട്ടല്ലോ വരുന്നത്, അല്ലേ? നല്ലൊരു കാര്യം, ഉപകാരമാണ്. എന്ത് തോന്നുന്നു ഇങ്ങനെയൊക്കെ നമുക്കൊരു ഹെൽപ്പ് കിട്ടുമ്പോൾ? നല്ല കാര്യമാണ്. DYFI ചെയ്യുന്ന നല്ലൊരു കാര്യമായിട്ട് തന്നെ നമുക്ക് കണക്ക് കൂട്ടണമല്ലേ? എന്ത് പറയുന്നു മോനെ? കുഴപ്പമില്ല, നല്ല കാര്യമല്ലേ മോളെ? ഇപ്പൊ ഇങ്ങനെ നമുക്ക് ഇവിടെ വരുമ്പോൾ കലോത്സവം കാണാൻ വന്നാണ്, ചോറൊന്നുമായിട്ട് വരാൻ പറ്റില്ല. അപ്പൊ ഇവിടെ വരുമ്പോൾ DYFIയുടെ നേതൃത്വത്തിൽ പൊതിച്ചോറ് കിട്ടുമ്പോൾ വലിയ ആശ്വാസമല്ലേ? അല്ല, ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, പ്രതീക്ഷിച്ചില്ല. വന്നപ്പം അല്ലേ ചേട്ടാ, ഒരു ആശ്വാസമാവുമല്ലോ പൊതിച്ചോറൊക്കെ നമുക്ക് കിട്ടും. ഭക്ഷണം കഴിക്കാനുള്ള അവസരം വരെയാണ് ഇവിടെ തരുന്നത് DYFI, അല്ലേ?
അപ്പം വലിയ ക്യൂ കണ്ടല്ലേ, ഈ ക്യൂ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ചോറ് വാങ്ങാനുള്ള ഒരു തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നല്ല രീതിയിൽ തന്നെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം സജ്ജീകരിച്ചിരിക്കുന്നു എന്ന് വേണം ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ. ഒരു സംഘടന എന്നാൽ ഡിവൈഎഫ്ഐ എന്ന സംഘടന ഇങ്ങനെ ആകണം എന്ന് മാതൃകാപരമായി ഇവർ വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഹൃദയസ്പർശം എന്ന പദ്ധതിയിലൂടെ ഹോസ്പിറ്റൽ കഴിയുന്ന കൂട്ടിരിപ്പുകാർക്ക് ഉൾപ്പെടെ ഭക്ഷണം കൊടുക്കുന്ന പദ്ധതിയാണ്. ആ പദ്ധതി തന്നെ ഇവിടെയും കലോത്സവ വേദിയിലും എത്തുന്ന ആയിരങ്ങൾക്ക് ഒരു ആശ്വാസമാവുന്ന നിലയിൽ തന്നെയാണ് ഡിവൈഎഫ്ഐ ഈ പദ്ധതി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്ന് വേണം കാണാൻ. അതിനുള്ള തിരക്കും ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഡിവൈഎഫ്ഐ ചെയ്യുന്ന ഈ ഒരു പ്രവർത്തനം വലിയ ആശ്വാസമാവുകയാണ് ഇവിടെ ഉള്ളവർക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല. എത്രയും പെട്ടെന്ന് ആളുകൾ എത്തി പൊതിച്ചോറ് കരസ്ഥമാക്കുന്നുണ്ട്. കാരണം വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല. ഇവർക്ക് ഒരു ലിമിറ്റ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്രയും മാത്രം ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ലിമിറ്റ് എന്തായാലും ഇവർക്കുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവരെല്ലാവരും അകമഴിഞ്ഞ രീതിയിൽ രാവും പകലും ഇവരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഹെൽപ്പായിട്ട് തന്നെ ഈ കലോത്സവ വേദിയിൽ എത്തുന്നവർക്ക് ഹെൽപ്പായിട്ട് തന്നെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ആശ്വാസകരമായ ഒരു പൊതിച്ചോറ് സംവിധാനവും കൂടി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത് എല്ലാ സംഘടനകളും മാതൃകയാക്കുകയാണെങ്കിൽ ഇത്തരം ഒരു മേള സമയത്ത് എല്ലാവർക്കും ഒരു കൈത്താങ്ങാവുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഡിവൈഎഫ്ഐ ഈ തുടങ്ങി വെച്ചിരിക്കുന്ന പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും മൂവി വേൾഡ് മീഡിയം നേരുകയാണ്. മനസ്സ് വെച്ചാ ചേഞ്ച് ആവാലോ. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലയൻസസുകളുടെ വൈഡ് റേഞ്ചും മൈജി ഫ്യൂച്ചർ സ്റ്റോറുകളിൽ മാത്രം. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകും, വേറൊരു റേഞ്ച് ആകും. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻഡ് ബിൽഡേഴ്സ്, ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്. Al Azhar Group of Institutions, Perambalichira, Thudupuzha.